ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ പ്ലെയിൻ സാരിയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്കൊക്കെ എല്ലാ പ്രാവശ്യത്തെയും പോലെ റീസ്റ്റോക്ക് വന്ന കളേഴ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ പുതിയ കളേഴ്സ് വരുമ്പോൾ അറിയിക്കണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ അപ്ഡേഷൻസ് കാണിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കളേഴ്സും ഒന്ന് കാണാം. കോട്ടൺ ചെക്കോട്ടായിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഈ ഒരു ഓണിയൻ പിങ്ക് ആണ്. ഓണിയൻ പിങ്കും നമുക്ക് ഓൾറെഡി എപ്പോഴും വരാറുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. റിപ്പീറ്റ് ആയിട്ട് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചിക്കു ഷെയ്ഡ്സ് ഒക്കെ എല്ലാവർക്കും ഒരുമാതിരി എല്ലാ വീഡിയോസിലും കണ്ടറിയായിരിക്കും. ഇവിടെ ബ്ലൗസ് പീസും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഗ്രീൻ ഷെയ്ഡ്. സാരീസിനെല്ലാം നമുക്ക് 675 റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആണ്. ഇത് ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആണ്. ഇതുവരെ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടില്ല. ഇത് ഡാർക്ക് പീച്ച് ഷെയ്ഡ്. വെട്ടത്തിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഷെയ്ഡ്സ് ആയതുകൊണ്ടും നമ്മൾ ഷെയ്ഡ്സ് എടുത്ത് പറയുന്നതുകൊണ്ടും ക്ലിയർ ആവും. പിന്നെ നമ്മൾ കളേഴ്സ് ചോദിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നത്. ഇത് ഡാർക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ബേബി പിങ്ക് അല്ല, അതിൻ്റെ ഇച്ചിരി ഡാർക്കർ വേർഷൻ ഓഫ് പിങ്ക് ആണ്. ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കളേഴ്സ് തന്നെയാണ്. പിന്നെ റെഡ് ഷെയ്ഡ്, ഡാർക്ക് ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്. നെക്സ്റ്റ് ബ്ലൂ ഷെയ്ഡ്, പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് ആദ്യം തൊട്ട് എപ്പോഴും നമുക്ക് സ്റ്റോക്കിൽ വരുന്നു. പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഇതൊക്കെ ചോദിച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അപ്ഡേഷൻ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു അക്വ ബ്ലൂ കളർ, ഒരു ഡാർക്ക് ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഷെയ്ഡ് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡായിരുന്നു. പിന്നെ ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൻ്റെ തന്നെ നമുക്കൊരു 3-4 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂവിൻ്റെ തന്നെ ഡാർക്കർ ഷെയ്ഡ്. ഇതുണ്ട് 2 ഷെയ്ഡ് സ്കൈ ബ്ലൂ ഉണ്ട്. ഇത് ഈ ഒരു 4 ഷെയ്ഡ്സ് നമുക്ക് ബ്ലൂവിൽ തന്നെയുണ്ട്. ഇതുണ്ടോ, ബ്ലൂവിൽ തന്നെ നമുക്ക് ഇത്രയും 4 ഷെയ്ഡ്സ് നമുക്ക് വരുന്നത്. ഒരു ഇച്ചിരി ഗ്രീനിഷ് ബ്ലൂ ആ. മറ്റേ സ്കൈ ബ്ലൂവിൻ്റെ 2 ഷെയ്ഡും നമ്മുടെ പൗഡർ ബ്ലൂ, ഇങ്ങനെ ബ്ലൂവിൽ തന്നെ നമുക്ക് 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 16 ഷെയ്ഡ്സ് ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ. ഇത് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡ്. എപ്പോഴും ഒത്തിരി ആൾക്കാർ എൻക്വയറീസ് നടത്തുന്ന ലെമൺ യെല്ലോ ഷെയ്ഡൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ വെട്ടത്തിൽ വരുമ്പോൾ അത്ര ക്ലിയർ ആവത്തില്ല. എന്നാലും എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ലെമൺ യെല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ വൈറ്റ് ഷെയ്ഡും ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്ന ഷെയ്ഡാണ്. നമ്മൾ ഈവൻ വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്നത് വൈറ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബേബി പിങ്കിന് ഇച്ചിരി ഡാർക്കർ വേർഷനാണ് മറ്റേ പിങ്ക്. ഇത് കണ്ടോ, 2 പിങ്ക് കൂടെ വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് ബേബി പിങ്ക്. ഇത് ഇച്ചിരി ഒരു ടൊമാറ്റോ പിങ്ക് എന്നൊക്കെ പറയുന്നത്, കുറച്ചൊരു ഡാർക്കർ പിങ്ക് വരുന്ന ഷെയ്ഡ്. അങ്ങനെ പിങ്കും നമുക്ക് 2 ഷെയ്ഡ്സിലുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. നമ്മൾ ഡാർക്ക് പീച്ച് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക് പീച്ചും ലൈറ്റ് പീച്ചും നമുക്ക് ഇതുപോലെ 2 ഷെയ്ഡ്സിൽ വരും. അങ്ങനെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ വന്നിട്ടുള്ള കളേഴ്സ് തന്നെയാണ്, റിപ്പീറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്. ഇത്രയും നമുക്ക് 16 കളേഴ്സാണ് ഇപ്പം ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ നമുക്കിപ്പം സ്റ്റോക്കിലുള്ളത്. ഇനി നമുക്ക് സിൽക്കി കോട്ടയിലും കുറച്ച് കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സിൽക്കി കോട്ടയിൽ നമുക്ക് കുറച്ച് പുതിയ ഷെയ്ഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വൈറ്റ് ഷെയ്ഡ്, നമുക്ക് എപ്പോഴും വരാറുള്ളതും ഒത്തിരി മൂവിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള വൈറ്റ് ഷെയ്ഡ്. അതുപോലെ നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. പേസ്റ്റൽ ഗ്രീനും അത്യാവശ്യം നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഓർഡേഴ്സൊക്കെ നമുക്ക് വരാറുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. ബേജിനേക്കാളും ഇച്ചിരി ഒരു ഡാർക്കർ ഷെയ്ഡ്, ഡാർക്ക് ബേജ് എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ്. അതുപോലെ ഈ പ്രാവശ്യം നമുക്കൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരുന്നത്. നമുക്ക് നേരത്തെ വരുന്ന ആ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ്. ഇത്ര ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ക്യാമറയുടെ വെട്ടത്തിൽ ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. എന്നാലും നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ. നമുക്ക് ഒരു പേസ്റ്റൽ പീച്ച് എന്നൊക്കെ പറയുന്നത് ബേബി ആ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു നല്ല ലൈറ്റ് പീച്ച് ഷെയ്ഡ്. അതുപോലെ ബ്ലൂവിൻ്റെയും ഇതുപോലത്തെ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് വരുന്ന കേട്ടോ, വീണ്ടും വരുന്നതല്ല, ഫസ്റ്റ് വരുന്ന. നമുക്ക് നേരത്തെ സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നു. സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റാണ്. കുറച്ചുകൂടി ഒരു ലൈറ്റ് ഒരു
ഷെയ്ഡ് ബേബി ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സാണ് ഇതെല്ലാം വരുന്നത്. ഇത്രയും നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡ് ഒത്തിരി പേര് എൻക്വയറി ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു, വരുമ്പം പറയണമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും നമുക്ക് സിൽക്കി കോട്ടയിൽ വന്നിരിക്കുന്ന കളേഴ്സൊക്കെ. അപ്പോൾ ഇത്രയും സാരീസാണ് നമുക്കിപ്പം സ്റ്റോക്കിലുള്ളത്. ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് അയക്കുമോ അല്ലെങ്കിൽ ഏത് കളറാണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഈ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒത്തിരി റിക്വസ്റ്റ് പ്രകാരം നമ്മളിങ്ങനെ ഈ റിപ്പീറ്റ് ആയിട്ട് ഈ ഏതൊക്കെ ഷെയ്ഡ്സ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് സ്റ്റോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒത്തിരി ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ കറന്റ് ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ പുതിയ കളേഴ്സ് വരുമ്പോൾ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തിരിച്ച് മെസ്സേജ് അയക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി കോൺടാക്റ്റിലൊക്കെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മിസ്സായി പോകും കുറെ ആൾക്കാരെയൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം കാണുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടുമല്ലോ, ഇത്രയും കളേഴ്സ് നമുക്കിപ്പം വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീണ്ടും പുതിയ സാരീസിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.